നിന്റെ ഒരു ഒറ്റ നിർബന്ധക്കാരനാണ് ഞാൻ ഇഞ്ചക്ഷൻ വെച്ചത്. ഒടുക്കത്തെ വേദന. അത് കാണും, കാര്യാക്കണ്ട. ആ ആറുമുഖനായിട്ട് അടി ഉണ്ടാക്കി ആശുപത്രി വന്നെന്ന് പറഞ്ഞാൽ മാനക്കേടാണ്. എടാ, അടി ആരോടാണേലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കണം. അതിനകത്തിനാ ഇനി എന്തോരം അടി കൊടുക്കാനുള്ളതാ. അയ്യോ സോറി. നീ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് അറിഞ്ഞോ? എന്താ അവിടെ സംഭവിച്ചത്? ആ സുമിത്രയുടെ ഭർത്താവ് വന്ന് അവരെ കൊണ്ടുപോകാൻ നോക്കി. ഞാൻ സമ്മതിച്ചില്ല. നിനക്കെന്തേലും പറ്റിയോടാ? ഏയ്, എനിക്കൊന്നുമില്ല. അന്ന് ഞാൻ കാര്യം അറിയാൻ എന്തൊക്കെയോ പറഞ്ഞു. നിനക്ക് വിഷമായോ? ഓ, എനിക്കങ്ങനൊന്നുമില്ല ചോ. ആ ദേഷ്യത്തിന് ഞാൻ പോയി ടോമിക്കിട്ട് 4 എണ്ണം പൊട്ടിച്ചു. അതോടെ എന്റെ കലിപ്പ് തീർന്നു. ഇനി അച്ഛൻ എന്തേലും പറഞ്ഞാ ഞാൻ പോയി അവനിട്ട് 4 എണ്ണം കൂടെ പൊട്ടിക്കും. സൂക്ഷിക്കണം, അവന് മൂർഖന്റെ സ്വഭാവ. മൂർഖനെ പിടിക്കുന്ന എനിക്കിഷ്ടം. അങ്ങാടിയിലോട്ട് നല്ലോണം നോക്കി നടന്നു, അല്ലെങ്കിൽ പണി പാടും. എങ്ങനെയുണ്ട്? നല്ല വേദനയുണ്ട് അച്ചു. ഡോക്ടർ പറഞ്ഞെല്ലാം കൂടിയെന്നാണല്ലോ. എല്ലു കൂടിയാലും നല്ല വേദന ഉണ്ടാവും പറഞ്ഞു. 1 കൊല്ലം കഴിഞ്ഞാലും നല്ലോണം മാറൂന്നും പറഞ്ഞു. 1 കൊല്ലോ? എന്താ 1 കൊല്ലല്ല, അസുഖം മാറുന്നത് വരെയുള്ള ചെലവാ കരാറി പറഞ്ഞേക്കണേ. ഈ കരാറെന്ന് പറഞ്ഞെ വിറപ്പിക്കല്ലേ? ചുമ്മാ പറഞ്ഞല്ലോ ചോ. ആശുപത്രി ചെലവും മരുന്ന് വാങ്ങുന്നതും കൂട്ടി നാളെ രൂപ 4000 വേണ്ടത്. 4000? ആ 4000. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയതാ, എനിക്ക് ഗ്യാസിന്റെ അസുഖം ഉള്ളതാ. അച്ഛൻ കേട്ടില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ഇവളുടെ സ്വഭാവം? ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇയാളെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കും. പിന്നെ നീ എന്നെ നിലമുണ്ടാക്കി കാലേവാരി തറയടിക്ക് ഞാൻ പറഞ്ഞേക്കാം. കഷണ്ടി പിന്നില്ലാതെ. നീ ഏത് കൂരാട്ടിലെ അറുമുഖനാണെന്നാ പറഞ്ഞേ? ഗൾഫിലെ നമ്മുടെ ബിസിനസ് മുടങ്ങാതിരിക്കാൻ വേണ്ടിയാ ഇവിടെ ട്രാവൽസ് എന്ന് പറഞ്ഞ ബോർഡും വെച്ചോണ്ടിരിക്കുന്നത്. നിന്റെ പെണ്ണുമ്പിള്ളയുടെ അനിയത്തിയുടെ കാര്യം എന്തായി? അവൾക്ക് വേണ്ടി പാസ്പോർട്ടും വിസ എടുത്ത് എന്റെ കൈക്കാശ് മുടക്കി കിടക്കുക. മാത്രമല്ല അവൾ എന്നെ ഒരുപാട് മാനം കെടുത്തിക്കളഞ്ഞു. നാട്ടുകാരുടെ മുമ്പിൽ ഞാനിപ്പോ ഉടുത്തെത്തി ഉറിയോലായി. ആ ചുരുട്ട ജോസ് എന്റെ വീട്ടിൽ കയറി എനിക്കിട്ട് വിളക്കിയത് അറിയോ? അടി തുടങ്ങിയാ പിന്നെ അവൻ കാട്ടുവന്ന് നാട്ടിലിറങ്ങിയത് പോലെ. ഇത്ര ഉണ്ടാക്കി വെച്ചിട്ട് ഇനി അവന്റെ വലിപ്പത്രം കൂടി അങ്ങ് പറയരുത്. ആ എന്തായാലും 2 മാസത്തിനുള്ളിൽ സുചിത്ര ഗൾഫിൽ വിടണം. അല്ല അതിപ്പോ ഓ, പേടിക്കാനൊന്നും ഇല്ലെന്ന് പറ. ഒറ്റയ്ക്കൊന്നും അല്ല, കൂട്ടിനാ കുരിയച്ചന്റെ മോള് റാണിയും കാണും. അതെ, ആശുപത്രി ചെലവിലേക്ക് കുരിയച്ചനെ കുറച്ച് കാശം വീശി. അവളെ ഏത് ആഫ്രിക്ക വിടാനും അയാൾ തയ്യാറാ. ആരാ? ഞാനാ, ജോസ്. പേടിച്ചു പോയോ? അതെനിക്ക് മനസ്സിലായി. ആറുമുഖനെ പേടിക്കൊന്നും വേണ്ട. അവന്റെ ശല്യം ഇനി ഉണ്ടാവില്ല. കുറച്ച് കപ്പ ഇറച്ചിയൊക്കെ പേടിച്ചു. എന്നും സാമ്പാറും ചോറും അല്ലേ, ഇന്നൊരു ചേഞ്ച്. അച്ചോ, അച്ചോ. അയ്യോ, പള്ളിയിലെ അച്ഛനെ അല്ല, സുഹിത്രയുടെ അച്ഛനെ തന്നെ. ചുമക്കുള്ള മരുന്നാ. ആ കാലിക്കുപ്പി അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായല്ലോ. എങ്ങനെയുണ്ട്? കൊള്ളാം. പക്ഷെ അമ്മച്ചി വെക്കുന്ന അത്ര ആയില്ല. ഇറച്ചി വരട്ടിയിട്ട് അമ്മച്ചി വാഴയിലേക്ക് അങ്ങോട്ട് നിരത്തി വെക്കും. ആ നിമിഷം മണം പിടിച്ച് വാഴക്കൊല അച്ഛനിങ്ങെത്തും. വൈകിട്ട് എന്താ പരിപാടി? ഞാൻ പറഞ്ഞില്ലേ മണം പിടിച്ച് ഇപ്പൊ ഇങ്ങെത്തുന്നു. കോത്താരത്തെ വർത്താനം പറയരുത്. ഓ ആ
നിങ്ങളിപ്പോഴും സന്തുഷ്ട കുടുംബമായില്ലേ? ദൈവത്തിന് സ്തോത്രം. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോ ഇമ്പം ഉണ്ടാകണം എന്നർത്ഥം. മനസ്സിലായോ? ഉണ്ടോന്ന് മനസ്സിലായില്ല നിനക്ക്? ഇതാ പറയുന്നേ, ഇടയ്ക്കിടയ്ക്ക് പള്ളി വന്നെന്റെ പ്രസംഗം കേൾക്കണമെന്ന്. ഓ, ഇവന്റെ അപ്പൻ കുറച്ച് കുടിക്കുമായിരുന്നെങ്കിലും ചിന്നമ്മ എന്ന് പറഞ്ഞാ ജീവനായിരുന്നു. ചാണ്ടിയുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ ഇവന്റെ അമ്മയെ കുടിയിലേക്ക് എടുക്കുമ്പോ. ജോസേ, ഇപ്പൊ നിനക്കൊരു കുടുംബനാഥന്റെ ലക്ഷണമൊക്കെ ഒത്തിട്ടുണ്ട്. ഓ, ഒന്ന് പോവച്ചാ. ഇനി നിന്നെ മെരുക്കാനൊരു പദ്ധതിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഏ ഹബ്ബാ, നിന്നെ പിടിച്ചൊരു പെണ്ണ് കെട്ടിക്കും. ഓ, എനിക്കാര് പെണ്ണ് തരാനാ? ആരും പറഞ്ഞു? നല്ല ഒന്നാം തരം ഒരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കർത്താവായിട്ട് കൊണ്ടുവന്നതാ. ജോസേ, ഇനി ഈ കുടുംബം നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പണ്ട് ചാണ്ടിയും ചിന്നയും ജീവിച്ച പോലെ നീ ഒന്ന് ജീവിച്ച് കാണിക്കണം. ഒരു മാമോദിസ ഉണ്ടായിരുന്നു, ഞാനങ്ങ് മറന്നുപോയി. ഇനി ഇറച്ചിയും മറ്റേ ഐറ്റമൊക്കെ ശരിയാകുമ്പോൾ ഞാനിങ്ങ് വരാം കേട്ടോ. ഞാൻ മരുന്നതിന് മുമ്പ് ഇറച്ചിയെ തൊട്ടേക്കരുത് കേട്ടോ ജോസേ. അമ്മച്ചിക്ക് കുറഞ്ഞു പോയാലേ അപ്പനെ ഇഷ്ടപ്പെടുകയില്ല, അതുകൊണ്ടാ. വാ. അപ്പച്ചൻ അമ്മച്ചിയെ പ്രേമിച്ചാ കിട്ടിയത്. ഉപ്പാപ്പന്റെ വീട്ടിൽ കപ്പ ചെത്താൻ വന്ന അമ്മച്ചി അപ്പനെങ്കിലും വിളിച്ചോണ്ട് പോന്നു. എന്നിട്ട് പ്രശ്നമായോ? അപ്പനൊരു പ്രശ്നം ഭാവിക്കത്തില്ല, എന്നെ പോലാ. ജീവിതകാലം മുഴുവൻ അവർ സുഖമായിട്ടാ ജീവിച്ചത്. കള്ളുകുടിയുടെ കാര്യം വരുമ്പോൾ മാത്രം രണ്ടുപേരും തെറ്റും. അമ്മച്ചി എന്നും പറയും അപ്പനോട് കുടിക്കരുതെന്ന്. അവസാനം ഒരു ദിവസം അമ്മച്ചി കിണറിന്റെ പാലത്തടി ഒടിഞ്ഞ് അതിൽ വീണ് മരിച്ചു. അന്ന് മാത്രം ഒരു തുള്ളി കള്ളു കുടിക്കാതെ അപ്പം കിണറ്റിലിറങ്ങി. അമ്മച്ചിയെ എടുത്ത് മുറ്റത്ത് വെച്ചേച്ച് അപ്പം പറയാ, കുടി നിർത്തിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം, അപ്പം നിന്റെ പരാതി തീരൂല്ലോ എന്ന്. എന്തേ, പ്രേമിച്ച് കെട്ടിയെന്നോർത്ത് കുഴപ്പമുണ്ടോ? അത് തന്നെ ഞാനും പറഞ്ഞ. വാ, നീ പൊയ്ക്കോ, എനിക്ക് മുരുകനെ ഒന്ന് കാണണം. ഏറ്റ പണി വല്ലതും ഉണ്ടോന്ന് അറിയാനോ. നേരത്തെ വരില്ലേ? ഇന്ന് ഇറച്ചി കൊണ്ടോടി വീട്ടില്? ഇല്ല അച്ചോ. ഓ, രക്ഷപ്പെട്ടു. അന്ന് ഞാൻ പറഞ്ഞില്ലേ ജോസിനൊരു കല്യാണക്കാര്യം. ഞാനതങ്ങ് പറഞ്ഞുറപ്പിച്ചു. നമ്മുടെ കുര്യച്ചൻ്റെ മോള് റാണി. അവളെ മിടിക്കുക. ജോസിനെ അവള് മെരുക്കിക്കോളൂ. കുര്യച്ചനെ കൊണ്ട് അവളെ നല്ല രീതിയിൽ കെട്ടിച്ചൂടാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ ഏതായാലും ചെലവിന് കൊടുക്കുന്ന ജോസാണല്ലോ. ഇനി അത് അങ്ങനെ അങ്ങ് തുടരട്ടെ. ഈ തക്കത്തിന് ആ കല്യാണം നടത്തണം. എന്നാൽ രണ്ട് കുടുംബവും രക്ഷപ്പെടും. പിന്നെ ജോസിന്റെ കല്യാണം കഴിഞ്ഞാല് നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ട് വരും. സാരമില്ല, വേറെന്തെങ്കിലും വഴിയുണ്ടാക്കാം.